വടക്കൻ കേരളത്തിനും മധ്യ കേരളത്തിനും അതിരപ്പിള്ളിയുണ്ട്. തെക്കൻ കേരളത്തിന് എന്തുണ്ട് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തൃപ്പരപ്പ്. എന്തൊരു വെള്ളച്ചാട്ടാടോ, വാ. കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടത്താവളം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവേശിക്കാം. അകത്ത് കടക്കാൻ ചെറിയൊരു പ്രവേശന ഫീസുണ്ട്, 10 രൂപ. ബോട്ടിംഗ് ഉണ്ടെങ്കിൽ 50 രൂപ നൽകണം. വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത കാഴ്ചയുടെ വസന്തമാണ് തൃപ്പരപ്പ് ഒരുക്കി വച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നിറയെ പാറകളാണ്. മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം പിന്നെയും പിന്നെയും പാറക്കെട്ടുകളെ പുണരും. എന്നാൽ മഴ പെയ്താൽ കഥ മാറും, കാഴ്ചയും. ഇതാണ് മഴക്കാലത്തെ തൃപ്പരപ്പിൻ്റെ ദൃശ്യം. കലങ്ങിമറിഞ്ഞ വെള്ളം എല്ലാ വേലിക്കെട്ടുകളെയും തകർത്ത് അങ്ങനെ പരന്നൊഴുകും. വെള്ളം പൊങ്ങുന്നതോടെ ആറാട്ടുമണ്ഡപം ഉൾപ്പെടെ മുങ്ങും. കാട്ടരുവി മനോഹരമായ വെള്ളച്ചാട്ടമായി മാറുന്ന അത്ഭുതം. ഈ കൗതുകം തേടിയാണ് സഞ്ചാരികളുടെ വരവ്. പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകൾക്കപ്പുറം കാടിൻ്റെ പച്ചപ്പും ഭംഗിയേറ്റുന്നു. നദിയുടെ ഇടതുകരയിൽ ശക്തമായ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്ന് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. സ്ഥാനം കൊണ്ട് തമിഴ്നാട്ടിലാണെങ്കിലും മലയാളികൾ ഏറെ എത്തുന്ന ക്ഷേത്രമാണിത്. പടിഞ്ഞാറേക്കാണ് ദർശനം. മനോഹരമായ വാസ്തുവിദ്യാ ശൈലിക്ക് പേരുകേട്ട ക്ഷേത്രം AD 9-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. പാണ്ഡ്യരാജാവിൻ്റേതുൾപ്പെടെ ചില പഴയ ലിഖിതങ്ങൾ ക്ഷേത്രത്തിൻ്റെ മഹിമ കൂട്ടുന്നു. ഈ അവധിക്കാലത്ത് കുടുംബവുമൊത്ത് കാണാവുന്ന കാഴ്ചയുടെ പറുദീസയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഒരു സമ്പൂർണ്ണ പാക്കേജാണ്. അതായത് കുടുംബം വരികയാണെങ്കിൽ നല്ല കുളിക്കാൻ സൗകര്യം, തൊട്ടിപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ വേണം, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കുളിക്കാൻ. തൊട്ടിപ്പുറത്ത് കുട്ടികൾക്കായിട്ട് നല്ല പാർക്ക്. അതായത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ പാക്കേജ്, അടിച്ച് പൊളിച്ചൊക്കെ പോവാം. അപ്പോൾ അടുത്തൊരു നാട്ടിലെ വിശേഷവുമായി നാളെ കാണാം. ടാറ്റാ, ബൈ.